അന്താരാഷ്ട്ര തലത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത വരുന്നു. യുക്രൈനുള്ള എല്ലാ സൈനിക സഹായങ്ങളും താൽക്കാലികമായി അമേരിക്ക നിർത്തിവെച്ചു. പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തീരുമാനിക്കുന്നതുവരെ ഈ തീരുമാനം തുടരുമെന്ന് വൈറ്റ് ഹൌസ് ഉദ്യോഗസ്ഥൻ പറഞ്ഞു. കഴിഞ്ഞ ദിവസം വൈറ്റ് ഹൌസിൽ വെച്ച് ട്രംപും യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കിയും തമ്മിൽ പോരുണ്ടായതിന് പിന്നാലെയാണ് ട്രംപിന്റെ നീക്കം. വിവരങ്ങളുമായി ന്യൂസ് ഡെസ്കിൽ നിന്ന് കെ പി അഭിലാഷും അമേരിക്കയിൽ നിന്ന് ഞങ്ങളുടെ പ്രതിനിധി ഡോക്ടർ സജിമോൻ ആന്റണിയും ചേരുന്നു. ആദ്യം ഡോക്ടർ സജിമോൻ ആന്റണി, പ്രതീക്ഷിച്ചിരുന്നതാണ് ഇനി പലതും സംഭവിക്കും, പ്രത്യേകിച്ച് അത്രയേറെ പ്രകോപനപരമായ ഒരു സംഭാഷണം ഓവൽ ഹൌസിൽ നടന്നതിന് പിന്നാലെ എന്താണ് നടക്കാൻ പോകുന്നത് എന്ന ആകാംക്ഷയുണ്ടായിരുന്നു. പ്രതീക്ഷിച്ച തീരുമാനത്തിലേക്ക് തന്നെയാണോ? തീർച്ചയായും സീത, അമേരിക്കയുടെ ജനാധിപത്യത്തിന്റെ ചരിത്രത്തിലെ ഓവൽ ഓഫീസിൽ അങ്ങനെ ഒരു സീൻ ഇതുവരെ ഉണ്ടായതായിട്ട് ഒരു റിപ്പോർട്ടുമില്ല. എന്നാൽ അതിനെയല്ലേ മറിച്ചുകൊണ്ടാണ് ആ ഒരു സംഭാഷണം, അല്ലെങ്കിൽ ഒരു വാക്പോര്, അല്ലെങ്കിൽ ഉരുളക്കുപ്പേരി പോലുള്ള സംസാരങ്ങൾ യുക്രൈന്റെ പ്രസിഡന്റും അമേരിക്കൻ പ്രസിഡന്റുമായിട്ട് നടന്നത് ഓവൽ ഓഫീസിൽ എന്ന് പറയാൻ ആഗ്രഹിക്കുന്നു. അതിനുശേഷം വേൾഡ് എങ്ങനെ റിയാക്ട് ചെയ്യും എന്നതിനെ ചോദിച്ച് പല സംശയങ്ങളും ഉണ്ടായിരുന്നു. ഇവിടെ നിന്ന് ട്രംപ് അഡ്മിനിസ്ട്രേഷൻ എക്സ്പെക്ട് ചെയ്തത് യുക്രൈന്റെ പ്രസിഡന്റ് അപ്പോളജൈസ് ചെയ്യും, പബ്ലിക്കലി അപ്പോളജൈസ് ചെയ്യും, അല്ലെങ്കിൽ അവരുമായിട്ട് ഡയറക്റ്റ് അപ്പോളജൈസ് ചെയ്യും എന്നുള്ള പ്രതീക്ഷയിലായിരുന്നു. എന്നാൽ അത് ഉണ്ടായില്ല. എന്നാൽ അതിനു പകരം യുക്രൈന്റെ പ്രസിഡന്റ് യൂറോപ്പിലേക്ക് പോകുകയും ലണ്ടനിൽ പോകുകയും അവിടെ യൂറോപ്യൻ ലീഡേഴ്സുമായിട്ടുള്ള മീറ്റിംഗ് കൊടുക്കുകയും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഉണ്ടായത്. അപ്പൊ ഇവിടെ നിന്ന് നോക്കുമ്പോൾ വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു ഡിസിഷനാണ് ട്രംപ് അഡ്മിനിസ്ട്രേഷൻ എടുത്തിരിക്കുന്നത്. ഈവൻ ദോ ഇത് എക്സ്പെക്റ്റഡ് ആയിരുന്നു. കാരണം ഞങ്ങളൊക്കെ സംശയിക്കുകയായിരുന്നു ഈ രണ്ട് ദിവസമായിട്ട് എന്താണ് ഒരു ആക്ഷനിലേക്ക് വരാത്തത് എന്ന് സംശയിക്കുകയായിരുന്നു. ഇപ്പോ അങ്ങയിലേക്ക് തന്നെ മടങ്ങി വരാം. അഭിലാഷ്, എങ്ങനെയാണ് ഈ വാർത്ത ഇപ്പോ ലോകമാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നത്? ഈ വാർത്ത പുറത്തു വരുന്നത് ഏത് തരത്തിലാണ്? ശ്രീജ, സജിമോൻ ആന്റണി സൂചിപ്പിച്ചതുപോലെ തന്നെ ട്രംപ് സെലൻസ്കി കൂടിക്കാഴ്ച അത് വാക്പോരിൽ പിരിയുകയും, അതായത് ധാതു ഖനനവുമായി ബന്ധപ്പെട്ട ധാതു വിഭവങ്ങൾ പങ്കുവെക്കുന്നതുമായി ബന്ധപ്പെട്ട കരാറിലേക്ക് എത്താതെ അലസിപ്പിരിയുകയും ചെയ്ത ഒരു പശ്ചാത്തലത്തിൽ അമേരിക്ക സെലൻസ്കിക്കും അതോടൊപ്പം തന്നെ യുക്രൈനും എതിരായ നിലപാടുകൾ കടുപ്പിക്കും എന്ന് പൊതുവെ വിലയിരുത്തപ്പെട്ടിരുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഈ കടുത്ത തീരുമാനം പുറത്തു വന്നിട്ടുള്ളത്. വൈറ്റ് ഹൌസിലെ ഉദ്യോഗസ്ഥൻ വാർത്താ ഏജൻസിയായ റോയിറ്റേഴ്സിനോടാണ് ഇത്തരത്തിൽ ഒരു പ്രതികരണം നടത്തിയിട്ടുള്ളത്. അതായത് യുക്രൈന് നൽകി വരുന്ന എല്ലാ സൈനിക സഹായങ്ങളും താൽക്കാലികമായി നിർത്തിവെക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുള്ളത്. നമുക്കറിയാം, യുക്രൈൻ അടക്കമുള്ള രാജ്യങ്ങൾക്ക് അമേരിക്ക നൽകിയിരുന്ന മറ്റ് സാമ്പത്തിക സഹായങ്ങൾ നേരത്തെ തന്നെ മരവിപ്പിച്ചതാണ്. അതിന് പിന്നാലെ ആണ് ഇപ്പോൾ സൈനിക സഹായങ്ങൾ കൂടി അമേരിക്ക നിർത്തിവെക്കുന്നത്. ഒരു പക്ഷേ ഇത് സമ്മർദ്ദത്തിന്റെ കൂടി ഭാഗമായിട്ട് നടത്തുന്ന ഒരു നീക്കമായിരിക്കാം. കാരണം വൈറ്റ് ഹൌസിലെ ഉദ്യോഗസ്ഥൻ വ്യക്തമാക്കിയിട്ടുള്ളത് ഈ സൈനിക സഹായം നിർത്തിവെക്കുന്നത് സ്ഥിരമായിട്ടുള്ള ഒരു പ്രവൃത്തിയല്ല, അത് താൽക്കാലികമായ പ്രവൃത്തിയാണ്. എപ്പോഴാണോ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തിരിച്ചു ചിന്തിക്കുന്നത്, അതായത് സൈനിക സഹായം തുടരാം എന്ന് പറയുന്നത്, അതുവരെയും ഇപ്പോൾ നിർത്തിവെച്ചിരിക്കുന്നു സൈനിക സഹായം എന്നാണ് വ്യക്തമാക്കുന്നത്. അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടത് കഴിഞ്ഞ ദിവസം അടക്കം ഈ അലസിപ്പിരിഞ്ഞ ചർച്ച അലസിപ്പിരിഞ്ഞുവെങ്കിലും പിന്നീട് വ്ളാഡിമിർ സെലൻസ്കി വ്യക്തമാക്കിയിട്ടുള്ളത് ഈ ധാതു സമ്പത്ത് പങ്കുവെക്കുന്നതുമായി ബന്ധപ്പെട്ട കരാറിൽ ഒപ്പുവെക്കാൻ തങ്ങൾ ഒരുക്കമാണ് എന്ന് തന്നെയാണ്. അതായത് നമുക്കറിയാം, റഷ്യയും യുക്രൈനും തമ്മിലുള്ള യുദ്ധം ആരംഭിച്ചത് മുതൽ വളരെ പ്രധാനപ്പെട്ട സൈനിക സഹായം യുക്രൈന് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് അമേരിക്കയിൽ നിന്നാണ്. 2024 ഒക്ടോബർ മാസത്തിൽ അന്ന് പ്രസിഡന്റ് ആയിരുന്ന ബൈഡനുമായി നടത്തിയ കൂടിക്കാഴ്ചയിൽ കൂടുതൽ ധനസഹായങ്ങൾ അടക്കം പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു. പ്രത്യേകിച്ച് $225 മില്യൺ സാമ്പത്തിക സഹായമടക്കമാണ് അമേരിക്ക വാഗ്ദാനം ചെയ്യുകയും ചെയ്തത്. ഒപ്പം സൈനിക സഹായവും തുടരുന്ന സാഹചര്യമാണുള്ളത്. എന്നാൽ ഇപ്പോൾ, അതായത് വിമാനമാർഗവും കപ്പൽ മുഖേനയും ഒക്കെ യുക്രൈനിലേക്ക് എത്തിക്കുന്ന യുദ്ധോപകരണങ്ങൾ അടക്കമുള്ള എല്ലാ സഹായങ്ങളും നിർത്തിവെക്കുന്ന സാഹചര്യം ആണ് ഉണ്ടാകുന്നത്. ഈ റഷ്യ യുക്രൈൻ യുദ്ധം ഏതാണ്ട് 3 വർഷത്തിലേക്ക് പൂർത്തീകരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഇങ്ങനെ അമേരിക്ക നൽകുന്ന സൈനിക സഹായം നിർത്തിവെക്കുന്നത് യുക്രൈന് വലിയ തിരിച്ചടിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതോടൊപ്പം തന്നെ നമുക്കറിയാം, ഈ യൂറോപ്യൻ രാജ്യങ്ങൾ സെലൻസ്കിക്ക് പൂർണ്ണമായ പിന്തുണ നൽകുന്ന ഒരു പശ്ചാത്തലം കൂടിയാണ് ഇപ്പോഴുള്ളത്. അതുകൊണ്ട് തന്നെ അമേരിക്ക ഈ സൈനിക സഹായം നിർത്തിവെക്കുന്നു എന്ന തീരുമാനത്തോടെ ഇനി യൂറോപ്യൻ രാജ്യങ്ങളുടെ പ്രതികരണം, അതോടൊപ്പം തന്നെ സെലൻസ്കിയുടെ പ്രതികരണം എന്ത് എന്നത് നമുക്ക് കാത്തിരുന്ന് കാണണം. ശരി അഭിലാഷ്. ഡോക്ടർ സജിമോൻ ആന്റണി തുടരുന്നുണ്ട്. ഡോക്ടർ സജിമോൻ, എന്തായാലും ഇതുവരെയും കീവിൽ നിന്ന് യാതൊരു തരത്തിലുള്ള പ്രതികരണങ്ങളും വന്നിട്ടില്ല.
യുദ്ധം അവസാനിപ്പിക്കാൻ, സമാധാനം കൊണ്ടുവരാൻ തങ്ങൾ പ്രതിജ്ഞാബദ്ധരാണെന്നാണ് ഇതിന് കാരണമായി പറയുന്നതെങ്കിലും ഒരുപക്ഷെ ചരിത്രത്തിൽ ആദ്യമായി അല്ലെങ്കിൽ ട്രംപിന്റെ ജീവിതത്തിൽ ആദ്യമായി ഒരാൾ ഒരു തിരിച്ച് സംസാരിക്കുക അല്ലെങ്കിൽ ചോദ്യമുയർത്തുക, തിരിച്ച് അദ്ദേഹത്തിന്റെ അഭിപ്രായങ്ങളെ എതിർക്കുക, ഇതൊക്കെ ലോകം മുഴുവൻ കാണുകയും യൂറോപ്യൻ രാജ്യങ്ങളൊക്കെ സെലൻസ്കിക്ക് പിന്നിൽ വന്ന് ഒറ്റയടിക്ക് അണിനിരക്കുകയൊക്കെ നമ്മൾ കണ്ടു. പക്ഷെ ഇനി അറിയേണ്ടത് ഈ സൈനിക സഹായം, ഇത്രയേറെ വലിയൊരു സഹായമാണ്, സാമ്പത്തിക സഹായമാണ് US നൽകുന്നത്. അങ്ങനെ ഒരു സഹായത്തിലേക്ക് പോകാൻ ഈ യൂറോപ്യൻ രാജ്യങ്ങൾ തയ്യാറാവുമോ എന്നറിയണം. നിലവിൽ ഇങ്ങനൊരു തീരുമാനം എടുക്കുമ്പോൾ കീവിന്റെ അവസ്ഥ അല്ലെങ്കിൽ യുക്രൈൻ, സെലൻസ്കി ഇവരുടെയൊക്കെ യുദ്ധത്തിലെ ഭാവി അതൊക്കെ എങ്ങനെയായിരിക്കും? ശ്രീജ, ഈ ഒരു സിറ്റുവേഷനിൽ ഏതെങ്കിലും രാജ്യം വളരെയധികം ഹാപ്പി ആണെങ്കിൽ അത് റഷ്യ മാത്രമാണ്. റഷ്യ അല്ലാതെ വേറൊരു രാജ്യത്തിനും അഭിമാനിക്കാനില്ല എന്നാണ് നമുക്ക് പറയാൻ പറ്റുന്നത്. ഒന്ന്. രണ്ടാമത്തേത്, ഒരു ക്ലാരിറ്റി പറയാൻ ആഗ്രഹിക്കുന്നു. ഇപ്പം ട്രംപ് ഇമ്മീഡിയറ്റ്ലി നിർത്തിവെക്കുകയാണ് എന്ന് പറഞ്ഞത് ബൈഡൻ അഡ്മിനിസ്ട്രേഷൻ ഇറങ്ങിപ്പോകുന്നതിന് മുമ്പ്, ദിവസങ്ങൾക്ക് അല്ലെങ്കിൽ ആഴ്ചകൾക്ക് മുമ്പ് വലിയൊരു ധനസഹായം, അത് രണ്ട് രീതിയിൽ, പണപരമായിട്ടും ആയുധങ്ങളായിട്ടും ഒരു വലിയ ഷിപ്മെന്റുകൾ ഇവിടുന്ന് അലോട്ട് ചെയ്തിരുന്നു. എന്നാൽ അത് മുഴുവനും പോയി കഴിഞ്ഞിട്ടില്ല. കാരണം ഇത് ഒരു തവണ ഓർഡർ വന്നു കഴിഞ്ഞാൽ ഫാക്ടറിയിലൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞ ശേഷം പല കോൺട്രാക്ടേഴ്സും ആഴ്ചകളോ മാസങ്ങളോ ആയി കഴിയുമ്പോഴായിരിക്കും ആ ഒരു കരാറ് പൂർത്തിയാകുന്നത്. അപ്പൊ ആ പൂർത്തിയാകാനുള്ള സമയമായിട്ടില്ല. ഒരു പരിധി വരെ ഒരു പരിധി വരെ ഓൾറെഡി യുക്രൈനിൽ എത്തിക്കഴിഞ്ഞിട്ട് കാണുമായിരിക്കാം, അല്ലെങ്കിൽ ഒരു പരിധി വരെ ട്രാൻസിറ്റിലായിരിക്കാം, ഒരു പോർഷന് ഇപ്പോഴും ഇവിടെ നിന്ന് പോയി കാണത്തില്ല. അപ്പൊ അതിലാണ് ഇവിടുത്തെ ഇമ്മീഡിയറ്റ് ഇഫക്റ്റ് ഫുൾ സ്റ്റോപ്പ് വന്നിരിക്കുന്നത് എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധേയമാണ്. ഒന്ന്. രണ്ടാമത്തേത്, അമേരിക്കയുടെ ഭാഗത്തുനിന്ന് ഇങ്ങനെയൊരു നീക്കം ഉണ്ടാകും എന്നുള്ളൊരു പ്രതീക്ഷ യുക്രൈനും അല്ലെങ്കിൽ യൂറോപ്യൻ അലയൻസിനും ഉണ്ടായിരുന്നു എന്നാണ് നമുക്ക് കരുതേണ്ടത്. കാരണം ഇവിടെ നിന്ന് ഈ ഒരു പ്രശ്നം ചെന്ന് കഴിഞ്ഞ ശേഷം UK പോയപ്പം ഒരു രാജകീയ വെൽക്കമാണ് യുക്രൈന്റെ പ്രസിഡന്റിന് വ്ളാഡിമിർ സെലൻസ്കിക്ക് കിട്ടിയത് നമുക്ക് കാണാൻ സാധിക്കും. യൂറോപ്പിൽ മൊത്തം നാറ്റോയിൽ ഒന്നിലധികം ഒരു ഡിവിഷൻ ഇല്ലാതെ ഒരു കെട്ടുറപ്പ് വരുത്തുവാനായിട്ട് അതിന് സഹായിച്ചു എന്നുള്ള ഒരു പോസിറ്റീവ് ഔട്ട്കമും ഇതിലുണ്ട്. എന്നിരുന്നാലും അതിൽ മാത്രം ഒതുങ്ങുന്നതല്ല യുക്രൈന്റെ ഒരു വിജയം എന്ന് പറയുന്നത്. കാരണം യുക്രൈന്റെ അമ്യൂണിഷൻ അല്ലെങ്കിൽ സപ്പോർട്ട് അമേരിക്കയിൽ അമേരിക്ക എന്തുമാത്രം സപ്ലൈ ചെയ്യുന്നു എന്നതിൽ അധിഷ്ഠിതമാണ്. നമ്മൾ എല്ലാവരും ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്. 3 വർഷം മുമ്പ് 2022 ഈ യുദ്ധം തുടങ്ങിയ സമയത്ത് എല്ലാവരും പ്രതീക്ഷിച്ചിരുന്നത്, എല്ലാ ചാനലുകളും നമ്മൾ എല്ലാവരും പറഞ്ഞൊരു കാര്യമുണ്ടായിരുന്നു, ഈ യുദ്ധം ഒരാഴ്ചയിൽ കൂടുതൽ നീളത്തില്ല. കാരണം യുക്രൈന് റഷ്യയുമായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റത്തില്ല. ആനും എന്താ പറഞ്ഞ ആടും പോലുള്ളൊരു അതെ ആടും ആനയും പോലൊരു വ്യത്യാസമുണ്ട് അതിനകത്ത്, നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റത്തില്ല. എന്നാൽ അവിടെ നിന്ന് ഇവിടെയുള്ള അഡ്മിനിസ്ട്രേഷൻ, അമേരിക്കൻ ഭരണകൂടം ഒന്നടങ്കം യൂറോപ്യൻ അലീസും നാറ്റോയുമായിട്ട് കൈകോർത്ത് കൊണ്ടിട്ട് ആ ഒരു സപ്പോർട്ട് കൊടുത്തതിന്റെ അധിഷ്ഠിതമായിട്ടാണ് ഈ ഒരു 3 വർഷം പിടിച്ചു നിൽക്കാൻ പറ്റിയത് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. അതോടൊപ്പം യുക്രൈൻ ആർമീസിന്റെ ആ ഒരു പോരാട്ട വീര്യത്തെയും ലോകം ഒന്നടങ്കം നമ്മൾ പുകഴ്ത്തുകയുണ്ടായി. ഇൻക്ലൂഡിംഗ് ട്രംപ് അഡ്മിനിസ്ട്രേഷൻ ഉൾപ്പെടെയുള്ളവരും പുകഴ്ത്തുകയുണ്ടായി എന്ന് ശ്രദ്ധേയമാണ്. എന്നാൽ ഒരു പരിധി വരെ പിടിച്ചു നിൽക്കാൻ പറ്റും, കുറെ ആഴ്ചകൾക്ക് അല്ലെങ്കിൽ കുറെ മാസങ്ങൾക്ക് പിടിച്ചു നിൽക്കാൻ പറ്റും. എന്നാൽ ഇത് നീണ്ടു പോവുകയാണെങ്കിൽ യുക്രൈനെ ഭയങ്കരമായിട്ട് ഇത് നെഗറ്റീവായിട്ട് ബാധിക്കും എന്നുള്ളൊരു കാര്യത്തിൽ സംശയമില്ല. എനിക്ക് തോന്നുന്നു ഏകദേശം 500 മില്യൺ തൊട്ട് 1 ബില്യണോളം എക്സ്പെൻസ് ഉണ്ട് ഒരാഴ്ചയിൽ ഒരു ദിവസത്തേക്ക് ഈ യുദ്ധം മുന്നോട്ട് പോകാനായിട്ട് എന്നുള്ളതാണ് കണക്ക് കൂട്ടുന്നത്. അപ്പൊ അത്രയും ഒരു ഫൈനാൻഷ്യൽ ലയബിലിറ്റി ഉള്ളപ്പം യുക്രൈന് അമേരിക്കയുടെ ഇതില്ലാതെ എന്തുമാത്രം മുന്നോട്ട് പോകുക എന്നുള്ളത് വലിയൊരു ക്വസ്റ്റ്യൻ മാർക്കായിട്ടായിരിക്കും മുന്നേക്ക് കാണുന്നത്. അതോടൊപ്പം എനിക്ക് തോന്നുന്നത് ഇന്ന് ഇവിടെ വേറൊരു ബ്രേക്കിംഗ് ന്യൂസ് കൂടി ഉണ്ട്. ട്രംപിന്റെ മെക്സിക്കോയും കാനഡയുമായിട്ടുള്ള ടാരിഫിന്റെ ആ ഒരു കഴിഞ്ഞ 2 മാസത്തേക്ക് 1 മാസമായിട്ട് അതിനെ ഫ്രീസ് ചെയ്തിരുന്നത് ഇന്ന് അതിനെ ആക്ടിവേറ്റ് ആകുവാണ്. ഇന്ന് രാത്രിയോടുകൂടി ആക്ടിവേറ്റ് ആകുകയാണ്. അതും എല്ലാവരും പ്രതീക്ഷിച്ചിരുന്നത് ട്രംപ് മേ ബി കഴിഞ്ഞ തവണ പറഞ്ഞ കണക്ക് ലാസ്റ്റ് മൊമെന്റിൽ അത് മാറ്റി പറയുമായിരിക്കും എന്നുള്ള പ്രതീക്ഷയായിരുന്നു. എന്നാൽ ഇന്ന് അതും സംഭവിക്കുകയാണ് ഇന്ന് രാത്രിയോടുകൂടി എന്നുള്ളതും എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. ഏതായാലും ട്രംപ് അഡ്മിനിസ്ട്രേഷന് അമേരിക്ക ഫസ്റ്റ് എന്നുള്ളൊരു മുദ്രാവാക്യത്തിൽ അധിഷ്ഠിതമായിട്ട് മറ്റുള്ള എല്ലാ കാര്യങ്ങളും മറന്നുകൊണ്ട് പോകുന്ന ഒരു പ്രവണതയാണ് ഇപ്പൊ പോകുന്നത് എന്ന് എനിക്ക് തോന്നുന്നു. ദൂരവ്യാപകമായ പല പ്രത്യാഘാതങ്ങൾ ഉണ്ടാകുമെന്നുള്ള കാര്യങ്ങളിൽ സംശയമില്ല. കാരണം ഇത് വേൾഡ് ഓർഡറിനെ തന്നെ ടോട്ടലി മാറ്റിമറിക്കുന്ന ഒരു പ്രതിഭാസത്തിലേക്കാണ് ഇപ്പൊ പൊക്കോണ്ടിരിക്കുന്നത്. ശരി, ഏറ്റവും പ്രധാനപ്പെട്ട 2 കാര്യങ്ങളാണ് ഇന്ന് വരുന്ന ഈ വാർത്തയ്ക്കൊപ്പം. യുക്രൈനുള്ള സൈനിക സഹായം നിർത്തിയതിനൊപ്പം രണ്ടാമത്തെ കാര്യം, ഇന്ന് താരിഫ് മെക്സിക്കോയ്ക്കും കാനഡയ്ക്കും ഏർപ്പെടുത്തിയിരുന്ന താരിഫും ഇന്നു മുതൽ നിലവിൽ വരികയാണ്. അതാണ് വാർത്തയുമായി ബന്ധപ്പെട്ട് അമേരിക്കയിൽ നിന്നുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾ. പക്ഷേ ഒരു
അമേരിക്കൻ മലയാളി എന്ന നിലയ്ക്ക് മറ്റൊരു കാര്യം കൂടി ഡോക്ടർ സജിമോൻ, നിങ്ങളുടെ വലിയ കൂട്ടായ്മ ഫൊക്കാനയുടെ ഇന്റർനാഷണൽ കൺവെൻഷൻ എല്ലാ ഒരുക്കങ്ങളും അവിടെ നടക്കുന്നു എന്ന് അറിയുന്നു. പെൻസിൽവാനിയയിലെ കലഹാരി വാട്ടർ പാർക്കിലാണ് കൺവെൻഷൻ നടക്കുന്നതെന്നും അറിയുന്നു. ഈ അടുത്ത ഓഗസ്റ്റിലാണ് നടക്കുന്നതെങ്കിലും നിങ്ങളെല്ലാ തയ്യാറെടുപ്പുകളും ഒക്കെ ചെയ്തിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ ഒരു ഫൊക്കാന പ്രസിഡന്റ് എന്ന നിലയ്ക്ക് എങ്ങനെയുണ്ട് ഒരുക്കങ്ങളൊക്കെ? തീർച്ചയായും ശ്രീജ, ഫൊക്കാന പ്രസിഡന്റ് എന്ന നിലയിൽ വളരെയധികം അഭിമാനത്തോടു കൂടിയാണ് നിങ്ങളോട് എല്ലാവരെയും അഭിസംബോധന ചെയ്യുന്നത്. കാരണം 1983 തുടങ്ങിയ സംഘടന അമേരിക്കൻ മലയാളികളുടെ സംഘടനയാണ്. ഇന്ന് 42 വർഷം പിന്നിടുന്നു. അത് ഫൊക്കാനയുടെ ബ്രാൻഡ് പ്രൊജക്ടുകളായ മെഡിക്കൽ കാർഡും ഫൊക്കാന ഹെൽത്ത് ക്ലിനിക്കും ഫൊക്കാന ഭവനം പ്രൊജക്ടോടും ഒക്കെ ചെയ്തതോടൊപ്പം തന്നെ സുപ്രധാനമായ 2 കൺവെൻഷൻ ഫൊക്കാനയുടെ പ്രവർത്തനയുടെ ഭാഗമാണ്. ഒന്ന് കേരള കൺവെൻഷനാണ്. അത് വരുന്ന 2025 ഓഗസ്റ്റ് 1, 2, 3 ഗോകുലം ഗ്രാൻഡ് റിസോർട്ടിലാണ്. അത് ഞങ്ങൾ ഓപ്പൺ ആക്കി ഒരാഴ്ച കൊണ്ട് തന്നെ ഹോട്ടൽ സോൾഡ് ഔട്ട് ആയി എന്നുള്ളൊരു ഗുഡ് ന്യൂസ് ആണ് ഉള്ളത്. അതോടൊപ്പമുള്ള രണ്ടാമത്തെ ഏറ്റവും വലിയ പ്രൊജക്ട് എന്ന് പറയുന്നത് ഈ പ്രവർത്തനങ്ങളോടൊപ്പം ഉള്ളത് ഫൊക്കാനയുടെ ഇന്റർനാഷണൽ കൺവെൻഷനാണ്. അത് 2026 ഓഗസ്റ്റ് 6, 7, 8, 9 കലഹാരി പോക്കണോ മൗണ്ടൻസിലുള്ള പെൻസിൽവേനിയയിലുള്ള പോക്കണോ മൗണ്ടൻസിലുള്ള ലോകത്തിലെ ഏറ്റവും വലിയ ഇൻഡോർ വാട്ടർ പാർക്കിലാണ് നടത്താൻ പോകുന്നത്. അതിന്റെ ഒരു കരാർ ഇന്നലെ ഞങ്ങൾ ഒപ്പിടുകയുണ്ടായി ഇവിടെ പെൻസിൽവേനിയയിൽ. ഒത്തിരിയധികം സന്തോഷമുണ്ട്. കാരണം ഇത് ആദ്യമായിട്ടാണ് ഇത്രയും വലിയ ഒരു റിസോർട്ടിൽ ഫൊക്കാനെ പോലെയുള്ള ഒരു വലിയ സംഘടനകൾ ഒരു കൺവെൻഷൻ നടത്തുന്നത്. അത് ഒരു ഫാമിലി കൺവെൻഷൻ ആക്കണം എന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും നിർബന്ധമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു വെന്യൂ എടുത്തത്. ഈ ഒരു ഹോട്ടൽ സമുച്ചയത്തിൽ അല്ലെങ്കിൽ ഈ ഒരു റിസോർട്ടിൽ ഏകദേശം 1000-ലധികം റൂമുകളും 6000-ലധികം ആൾക്കാർക്ക് ഒത്തുകൂടാനുള്ള മൾട്ടിപ്പിൾ കൺവെൻഷൻ സെന്ററുകളും 10,000-കണക്കിന് കാറുകൾ പാർക്ക് ചെയ്യാനുള്ള സൗകര്യവും ഔട്ട്ലെറ്റ് മാളുകളും ഒക്കെ ഉണ്ട് എന്നുള്ളത് ഇതിന്റെ എടുത്തു പറയേണ്ട പ്രത്യേകതയാണ്. ഇൻഡോർ വാട്ടർ പാർക്ക് മാത്രമല്ല, ഔട്ട്ഡോർ വാട്ടർ പാർക്കും ഈ ഒരു സമ്മറോട് കൂടി തുടങ്ങുകയാണ്. സിപ്പ് ലൈൻ പോലുള്ള എല്ലാ ഫെസിലിറ്റിയും ഉണ്ട്. അപ്പം ഒരു കുടുംബം എന്നുള്ള രീതിയിൽ, ഒരു ഫാമിലി എന്നുള്ള രീതിയിൽ ഫൊക്കാനയുടെ ജൈത്രയാത്ര മുന്നേറുകയാണ്. നിങ്ങൾ ഏവരെയും ഈ ഒരു കൺവെൻഷനിലേക്ക് ഞങ്ങൾ സ്വാഗതം ചെയ്യുകയാണ് 2026 ഓഗസ്റ്റ് 6, 7, 8, 9 തീയതികളിലേക്ക്. ശരി, എന്തായാലും വളരെ ഗംഭീരമായിട്ട് തന്നെ നടക്കട്ടെ.